ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിനായി വാട്സപ്പിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച ഉന്നതാധികാര സമിതി കർശന നിർദ്ദേശങ്ങൾ നൽകി. തട്ടിപ്പുകൾക്കായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും ഡിജിറ്റൽ ഐഡികൾ ബ്ലോക്ക് ചെയ്യുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഇതിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താൻ വാട്സപ്പിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ ടെക്നിക്കൽ പ്രൊജക്ട് 45 ദിവസത്തിനുള്ളിൽ സമിതിക്ക് മുന്നിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. ഇതുവഴി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താലും അതേ ഫോൺ ഉപയോഗിച്ച് വീണ്ടും തട്ടിപ്പ് നടത്തുന്നത് തടയാൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. മൈക്രോസോഫ്റ്റിന്റെ സ്കൈപ്പിനോട് സമാനമായ സുരക്ഷാ ഫീച്ചറുകൾ വാട്സാപ്പിലും കൊണ്ടുവരണമെന്ന് സമിതി നിർദ്ദേശിച്ചു. വിളിക്കുന്നയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുക, സംശയകരമായ അക്കൗണ്ടുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, തട്ടിപ്പ് ശൃംഖലകളെ വേഗത്തിൽ തിരിച്ചറിയുക തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ഹാനികരമായ APK ഫയലുകൾ കണ്ടെത്താനും അവ തടയാനും സാങ്കേതികവിദ്യ വാട്സാപ്പ് ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പ് ഉപയോഗിക്കാൻ സജീവമായൊരു സിം കാർഡ് നിർബന്ധമാക്കുക, സിം ബൈൻഡിംഗ് സംവിധാനം നടപ്പിലാക്കാൻ ടെലികോം വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതടുത്ത 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് വാട്സാപ്പ് പ്രതിനിധികൾ അറിയിച്ചു. പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ ലോഗോകളടക്കം ഔദ്യോഗികമായി ചിഹ്നങ്ങൾ പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിക്കുന്ന തട്ടിപ്പുകാരെ കണ്ടെത്താൻ ലോഗോ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വന്നതായും കമ്പനി വ്യക്തമാക്കി. സൈബർ തട്ടിപ്പുകൾക്കെതിരെയുള്ള അന്വേഷണങ്ങളിൽ കൂടുതൽ സഹകരണം വാട്സാപ്പ് കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തുന്നവരുടെ വിവരങ്ങൾ കൈമാറുന്നതിലും ഡിലീറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ നിയമപരമായ ആവശ്യങ്ങൾക്കായി 180 ദിവസമെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നതിനും കമ്പനി അനുകൂല നടപടികൾ സ്വീകരിച്ചു. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോ കോളുകൾ തടയാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വാട്സാപ്പ് വഴി നടക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്ക് തടയിടാൻ ഈ കർശന നടപടികൾ സഹായിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്.